ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ തിങ്കളാഴ്ചത്തെ ഇഷ്ടമാത്ര സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ രജനിയാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് സുമിത അടുത്ത് പറയുന്നുണ്ട് ഈ കാര്യം. മഹേഷിനും ഇഷിതയും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. അവർക്ക് ഈ അപകടത്തിൽ സംശയം ഉണ്ടെന്നാ പറയുന്നത്. പോലീസുകാർ അങ്ങനെ തന്നെയാണ്. ഇഷിതക്ക് വെച്ച കെണിയിൽ മഹേഷ് വീണതാണെന്ന് വരെ ആ എസ് പറഞ്ഞു. എടി നീ പേടിക്കണടി, ഒന്നൊരു കുഴപ്പം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സുമിത ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും സുമിതക്കും ആകെ ടെൻഷൻ ആവാട്ടോ. അതേസമയം മഹേഷ് ആണെങ്കിൽ ഇഷിതേനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയുന്നുണ്ട്. ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർ അത് സമ്മതിച്ചു തരികയാണ്. ശരി, മഹേഷിനെ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇഷിതക്ക് അതിൽ താല്പര്യമില്ല. പക്ഷെ രജന ഇടക്കിടക്ക് വരുന്നത് കൊണ്ടാണ് താൻ ഡിസ്ചാർജ് ആവുന്നത് മനസ്സിലാക്കുന്ന ഇഷിത മഹേഷിന്റെ കൂടെ നിൽക്കാട്ടോ. അങ്ങനെ മഹേഷിനെ ഡിസ്ചാർജ് ചെയ്യാണ് ഡോക്ടർ. വീട്ടിൽ കൊണ്ടിട്ട് നന്നായിട്ട് പരിചരിക്കണം. പിന്നെ കൈയും കാലൊക്കെ കുറച്ച് ദിവസത്തൊക്കെ അനക്കാതെ വെക്കുന്നതാണ് നല്ലത്. മരുന്ന് കഴിക്കണം. ഇവിടെ കിടക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ വീട്ടിൽ പോയാലും കിടക്കണം. ഒരു കാരണവശാലും എഴുന്നേറ്റ് നടക്കാനൊന്നും പാടില്ല. ഡോക്ടർ ഇഷിത അതിന് ഫുൾ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് ഡോക്ടർ. അത് ഞാനില്ലെങ്കിലും വീട്ടിലെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അവരൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കിക്കോളും. ആ വിശ്വാസത്തിലാണ് ഞാൻ പറഞ്ഞയക്കണത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്നൊന്ന് വന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വന്ന് കണ്ടോളാം എന്ന് പറയുന്നുണ്ട്. ശരി ഡോക്ടർ, താങ്ക് യു എന്ന് പറയാണ്. ശേഷം രജന അവിടേക്ക് വരുന്നുണ്ട്. മഹേഷ്, ഇത്ര പെട്ടെന്ന് മഹേഷ് ഡിസ്ചാർജ് ആയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത പറയണ്ട്, അതെ, മഹേഷിനെ ഡിസ്ചാർജ് ആക്കി. എന്തിനാ മഹേഷ് ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കിയത് എന്ന് ചോദിക്കുമ്പോ മഹേഷ് പറയണ്ട്, വേറെ എന്തിനൊന്നുമല്ല, നിന്റെ ശല്യം കൊണ്ട്. നീ ഇഷിത ഇവിടുന്ന് പോകുമ്പോ തന്നെ ഓടിക്കിടച്ച് വരുന്നത് കൊണ്ട് എനിക്ക് ശല്യമായിട്ടാ ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഇതിനേക്കാൾ നല്ലത് വീട്ടിൽ കിടക്കണതാ. അമ്മേനെ അച്ഛനെയൊക്കെ കണ്ടിട്ട് ഇരിക്കുമെങ്കിലും ചെയ്യാലോ. ഓ, ഞാൻ കാണുവാണ് മഹേഷ് അപ്പൊ ഡിസ്ചാർജ് ചെയ്ത് പോണേല്ലേ. മഹേഷ് അങ്ങനെ ഹെൽത്തിൽ റിസ്ക് ഒന്നും എടുക്കണ്ട. ഞാൻ വേണമെങ്കിൽ വരാതിരിക്കാം. എന്റെ 2 കുട്ടികളുടെ അച്ഛനായി പോയില്ലേ മഹേഷ്. അതുകൊണ്ടാണ് ഞാൻ മഹേഷിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വരുന്നത്. പിന്നെ എനിക്കൊരു ആപത്ത് പറ്റിയപ്പോഴേക്കും മഹേഷ് അല്ലേ സഹായിച്ചത്. അപ്പൊ അതെനിക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മഹേഷിനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിൽ കിടന്ന് വിയർപ്പ് മുട്ടാണ്. അതുകൊണ്ടാ മഹേഷ്, ഞാൻ മഹേഷിന്റെ അടുത്തേക്ക് വരുന്നത്. മഹേഷിന് ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടെങ്കിൽ മഹേഷിന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോ മഹേഷ് പറയണ്ടേ, ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അത് ആലോചിച്ചും തീരുമാനം എടുത്തിട്ടും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമായിരുന്നു. എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് പോകുവാണ്. ശരി മഹേഷ് എന്നൊക്കെ രചന പറയുന്നുണ്ട്. ശേഷം മഹേഷിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരാണ്. സ്വപ്നവല്ലിക്ക് രാമനാഥന് ഭയങ്കര സന്തോഷമാവട്ടെ, ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തു മോളെ എന്ന് രാമനാഥൻ ഇഷിതെടുത്ത് ചോദിക്കുമ്പോൾ, അതെ അച്ഛാ, ഒന്നും പറയണ്ട. രചന ഇടക്കിടക്ക് ഹോസ്പിറ്റലിൽ കയറി വരുന്നുണ്ടല്ലോ, അത് മഹേഷിന് ഒട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല. മഹേഷ് ഡോക്ടറോട് നിർബന്ധം പിടിച്ചിട്ടാണ് ഡിസ്ചാർജ് ചെയ്തത്. അത് വേണമായിരുന്നു മോനെ. അങ്ങനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അച്ഛാ. ഇവിടെ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി മഹേഷിന് എന്ന് പറയാണ്. എന്തായാലും രചനയുടെ ശല്യം ഇവിടെ ഇല്ലല്ലോ, അപ്പൊ തന്നെ അവൻ ആശ്വാസമാകും എന്ന് സ്വപ്നവല്ലി പറയാണ്. ഇഷിതെടുത്ത് പറയുന്നുണ്ട്, നീ അവനെയും കൂട്ടിക്കൊണ്ട് റൂമിൽ പോയി റെസ്റ്റ് ചെയ്തോന്ന് പറയാണ്. നീയും കുറച്ച് ദിവസമായിട്ട് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഉറങ്ങി റെസ്റ്റ് ചെയ്തോന്നൊക്കെ സ്വപ്നവല്ലി പറയുന്നുണ്ട്. അങ്ങനെ അവർ റൂമിലേക്ക് പോകുമ്പോ മഹേഷിനൊരു ജ്യൂസ് എടുക്കാൻ വേണ്ടി ഇഷിത അടുക്കളയിലേക്ക് പോകുവാട്ടോ. ആ സമയത്താണ് ആരോ കോണിംഗ് ബെൽ അടിക്കുന്ന ഒച്ച കേൾക്കണത്. സ്വപ്നവല്ലി വേഗം പോയി വാതിൽ തുറക്കുന്നുണ്ട്. നോക്കുമ്പോ ഞെട്ടിപ്പോവാണ്. രചന ദേ വന്നിരിക്കുന്നു. കൂടെ ആദിയുണ്ട്. ആദി ഉള്ളത് കൊണ്ട് തന്നെ സ്വപ്നവല്ലിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇതാര്, ആദിയോ? വാ, അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. രചന ചോദിക്കണ്ട്, മഹേഷോ? മഹേഷ് റെസ്റ്റ് ചെയ്യാണ്, ആരും ശല്യം ചെയ്യേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മഹേഷിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. പിന്നെ മോന് മഹേഷിനെ കാണണോന്ന് പറഞ്ഞു. മോൻ എന്തായാലും ഡാഡിയുടെ അസുഖം ഭേദമാണ് വരെ ഇവിടെ നിന്നൂടെ മോന് ഇവിടെ നിന്ന് സ്കൂളിൽ പോവാലോ. ചിപ്പിയുടെ അതേ സ്കൂളല്ലേ, സ്കൂൾ ബസ്സിൽ 2 പേർക്ക് ഒരുമിച്ച് പോവാലോ. അത് വേണ്ട അച്ഛമ്മേ, ഞാൻ മമ്മിയുടെ കൂടെ പോകും വീട്ടിലേക്ക്. തിരിച്ച് ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നോളാം എന്ന് പറയുമ്പോൾ രചന പറയുന്നുണ്ട്, മോനെ എന്നെ കാണാൻ പറ്റാനിട്ടാണല്ലോ വീട്ടിലേക്ക് വരുന്നത്. ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ മോനെ മഹേഷിന്റെ കൂടെ എന്റെ കൂടെ നിൽക്കാലോ എന്ന് പറയാണ്. അത് കേട്ടതും അടുക്കളയിൽ നിന്ന് ഇഷിത ആകെ ഞെട്ടുവാട്ടോ. ഓഹോ, അപ്പൊ രചനയുടെ ഉദ്ദേശം അതാണ് എന്ന് ഇഷിതക്ക് മനസ്സിലാവാണ്. മഹേഷിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രചനയും അതുപോലെ തന്നെ ആദ്യം പാതിരാത്രി വരെ മഹേഷിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാട്ടോ. ഹോസ്പിറ്റലിനേക്കാളും ശല്യമാണ് വീട്ടിലെ, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ മഞ്ജിമയാണെങ്കിൽ അതിനെ വളം വെച്ച് കൊടുക്കുന്നുണ്ട്. രചന വാ കേറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സൽക്കാരമാട്ടോ മഞ്ജിമ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പോലീസുകാരെയാണ്. പോലീസുകാർ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മഹേഷിന്റെ വീട്ടിലേക്ക് വരുവാണ്. ഹലോ മഹേഷ്, വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വാങ്ങിച്ചല്ലേ? അതെ സർ, ഹോസ്പിറ്റലിൽ മതിയായി എനിക്ക്. അതേതായാലും നന്നായി. പിന്നെ ആ കേസ് ഞങ്ങളിപ്പോ അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് നോക്കിയായിരുന്നു. ബ്രേക്ക് അത് പോയതല്ല മഹേഷ്, അത് കട്ട് ചെയ്ത് കളഞ്ഞതാണ് ആരോ. ശരിക്കും പറഞ്ഞാൽ കാറിന്റെ മുൻവശം തകർന്നത് കൊണ്ട് അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഡോക്ടർ ഇഷിത സർവീസും കാര്യങ്ങളും 2 ആഴ്ച മുമ്പ് ചെയ്തതൊക്കെ ഉപകാരപ്പെട്ടു. ഇതായിട്ട് നിങ്ങൾ കോടതിയിൽ പോവാണെങ്കിൽ പോലും
കറക്റ്റ് ആയിട്ടുള്ള കുറ്റവാളിക്ക് എന്തായാലും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അല്ല സർ, ആരാ കുറ്റവാളി എന്ന് മനസ്സിലായിട്ടില്ലല്ലോ? അതൊക്കെ ഏറെക്കുറെയൊക്കെ മനസ്സിലായി മഹേഷ്. ഞാൻ ഉടനെ തന്നെ ഒരു പ്രാവശ്യം കൂടി വരാം, എന്നിട്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. അല്ല, ഇതല്ലേ രചന എന്ന് ചോദിക്കാണ് പോലീസ്. അപ്പോ ഇഷിത പറയുന്നുണ്ട്, അതെ ഇതാണ് രചന. നിങ്ങള് മഹേഷിന്റെ ആദ്യ ഭാര്യയാണല്ലേ രചന? അതെ സർ. നിങ്ങള് മഹേഷിന്റെ ഫ്ലാറ്റിലെ ഈ ആക്സിഡന്റ് നടന്ന മുമ്പ് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല സർ, ഞാനിവിടെ അങ്ങനെ വരാറില്ല എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് പോലീസ് അവിടെ നിന്ന് പോകുന്നുണ്ട്. രചനക്കാകെ വല്ലാത്തൊരു ടെൻഷൻ പോലെ ആവാട്ടോ. അത് കാണുന്നത് ആദിക്ക് കാര്യം മനസ്സിലായി, രചനക്ക് എന്തൊക്കെയോ ഒരു ഉഡായിപ്പ് ഉണ്ടെന്ന്. ആദി പറയുന്നുണ്ട്, മമ്മി നമുക്കെന്നാ വീട്ടിൽ പോവാം, ഡാഡിക്ക് റെസ്റ്റ് എടുക്കണം. ഡാഡി വന്നല്ലേ ഉള്ളൂ, നമുക്ക് അടുത്ത ദിവസം വരാം. അപ്പോ മോൻ ഇത്ര പെട്ടെന്ന് പോകണോ? പോവാം മമ്മി, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ആകാശങ്ങൾ മമ്മീനെ വഴക്ക് പറയും. ആകാശ് എന്ത് പറഞ്ഞാൽ എന്താ മോനെ, മോൻ ഡാഡിയുടെ കൂടെ അല്ലേ നിൽക്കുന്നത് എന്നൊക്കെ പറയാണ്. അപ്പൊ ആദ്യം പറഞ്ഞു, വേണ്ട മമ്മി, ഡാഡി റെസ്റ്റ് ചെയ്യട്ടെ, മമ്മി വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോകാണ്. ശേഷം ആകാശിന്റെ വീട്ടിലെത്തിയ രചന ഈ കാര്യങ്ങളൊക്കെ സുമിത എടുത്ത് പറയാണ്. പോലീസ് ഇങ്ങനെ തന്നെ സംശയത്തോടെ നോക്കി എന്നൊക്കെ പറയുമ്പോ സുമിത മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ചാടി പോകാം എന്ന് പോലും സുമിത ഇങ്ങനെ വിചാരിക്കാട്ടോ. അപ്പൊ രചന ചോദിക്കട്ടെ, എന്താ സുമി, എന്താ നീ ആലോചിക്കണത്? ഇവിടെ നിന്ന് നീ രക്ഷപ്പെടുന്ന കാര്യമാണ് ആലോചിക്കണത്. എന്താ രചന, നിനക്ക് ഇപ്പോഴും എന്നെ സംശയമാണോ എന്ന് ചോദിക്കുമ്പോ, സംശയമല്ല, നിന്റെ പെരുമാറ്റമൊക്കെ കാണുമ്പോ അങ്ങനെ ഫീൽ ചെയ്തു, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സുമിത അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുവാട്ടോ. അതേസമയം ഇവരുടെ സംസാരമൊക്കെ ആദ്യം കേൾക്കാൻ ഇടവരുന്നുണ്ട്. ആദിക്ക് കാര്യം മനസ്സിലായിട്ടോ, ഇതിന് പിന്നിൽ രചനയാണെന്ന്. അങ്ങനെ ആദ്യം മനസ്സിൽ വിചാരിക്കുകയാണ്, ഇപ്പൊ തന്റെ മമ്മിയല്ല, ആരാണെങ്കിലും തന്റെ ഡാഡിനെ ഈ അവസ്ഥയിലാക്കിയ ആളെ വെറുതെ വിടാൻ പാടില്ല. അതിന് പിന്നിലിപ്പോ തന്റെ മമ്മിയാണെങ്കിൽ പോലും മമ്മീനെ നിയമം എന്ത് ശിക്ഷയാണോ കൊടുക്കുന്നത് അത് മമ്മി അനുഭവിച്ചേ പറ്റൂ എന്ന് ആദ്യം ഒരൊറ്റ തീരുമാനത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ പല പ്രാവശ്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മഹേഷിന്റെ അടുത്തും രചനയെടുത്തും ഇഷിതയെടുത്തും മാറി മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സിലായ ആദ്യം പോലീസായിട്ട് സഹകരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോണത്. അത് മാത്രല്ല, രചനയാണെങ്കിൽ അവസരങ്ങളൊക്കെ മുതലെടുക്കാൻ വേണ്ടി മഹേഷിന്റെ വീട്ടില് കയറി നിൽക്കുന്നുണ്ടോ. കാരണം മഹേഷിനെ എങ്ങനെയും വശീകരിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് രചനയുടെ ഉദ്ദേശം. കാരണം ഇത്ര ഒരു 5-6 വർഷമായിട്ട് ഭാര്യയുടെ കൂടെ മഹേഷ് ജീവിച്ചിട്ടില്ലല്ലോ. നിശ്ചിത ഭാര്യയായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അവർ ഒരുമിച്ച് ജീവിച്ചിട്ടില്ലല്ലോ. അപ്പൊ രചനക്ക് ആ ഒരു ഫ്രീഡം രചന ശരിക്കും മഹേഷിന്റെ അടുത്ത് എടുക്കുന്നുണ്ട്. അത് മാത്രല്ല, രചനയും അതുപോലെ തന്നെ ആദ്യം കൂടി തിങ്കളാഴ്ച, അതായത് തിങ്കളാഴ്ചയാണ് നമ്മുടെ മഹേഷിന്റെ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് ഇഷിതേനെ മഹേഷിന്റെ റൂമിൽ നിന്ന് പുറത്താക്കുകയും രചനയും ആദ്യം മഹേഷിന്റെ റൂമിൽ കിടക്കുകയും ചെയ്യാണ്. ചിപ്പീനെയും വിളിക്കുന്നുണ്ട്, വാ മോളെ, ഡാഡിക്ക് നിങ്ങൾ രണ്ടുപേരും തൊട്ടടുത്ത് അപ്പുറത്തെ ഇപ്പുറയും കിടക്കണം എന്ന് പറഞ്ഞിട്ട് മഹേഷിന്റെ കൂടെ ചിപ്പീനെയും അതുപോലെ തന്നെ ആദ്യനെയും അപ്പറയും ഇപ്പറയും കിടത്താണ്. ശേഷം രചന അവിടെ ഒരു കസേരയിൽ ഇരിക്കാട്ടോ. ആദ്യം കസേരയിലാണ് ഇരിക്കുന്നത്. പിന്നെ പതിയെ പതിയെ മഹേഷിന്റെ അടുത്തേക്കും വന്ന് രചന കിടക്കുന്നുണ്ട്. ഇഷിതക്കാണെങ്കിൽ ആകെ വല്ലാത്ത വിഷമം തോന്നുവാണ്. പിന്നീട് മഞ്ജിമയുടെ കാര്യം പറയണ്ടല്ലോ, അവസരം മുതലെടുക്കാണ് മഞ്ജിമ. രചന എന്തായാലും അവിടെ ഇരിക്കട്ടെ, ഇഷിത പുറത്താവട്ടെ എന്ന് പറഞ്ഞിരിക്കാട്ടോ മഞ്ജിമ. അതുകൊണ്ട് തന്നെ മഞ്ജിമ രചനയുടെ കൂടെയാണ് നിൽക്കുന്നത്. സ്വപ്നവലിക്ക് രാമനാഥനൊക്കെ ആകെ ദേഷ്യം വരുന്നുണ്ട്. മഹേഷ് വിചാരിക്കണോ, ഇതിനേക്കാൾ നല്ലത് അസുഖങ്ങളൊക്കെ ശരിയായിട്ട് വീട്ടിലേക്ക് വന്നാൽ മതിയായിരുന്നു. അതാകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തുമ്പോൾ പിറ്റേ ദിവസം മുതൽ കമ്പനിയിൽ പോകായിരുന്നല്ലോ, എത്ര നാൾ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കണതായിരുന്നു നല്ലത് എന്നൊക്കെ മഹേഷ് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ രചന എന്തായാലും മുറുക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. മഹേഷിന്റെ അടുത്തുള്ള ഇഷിതേനെ പുറത്താക്കുക, അത് തന്നെയാണ് ഇനി ഈ ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇഷിതയുടെ വീട്ടിലും രചന മഹേഷിന്റെയും കുട്ടികളുടെയും കൂടെ ഒരുമിച്ച് കഴിയുന്ന ഭാഗങ്ങളാണ് നമുക്ക് ഇനി വരുന്ന ആഴ്ച കാണാൻ സാധിക്കുന്നത്. എന്തായാലും നല്ല സസ്പെൻസ് നിറഞ്ഞ ഭാഗങ്ങളായിരിക്കും. 2 ഭാര്യമാരും കൂടി മഹേഷിനെ പിടിച്ച് വലിച്ച് എടുക്കാൻ പോകുന്ന ഭാഗങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.